18 പ്രാവശ്യം വായിച്ചു എന്നൊക്കെയാണ് ആചാര്യന്മാർ അനുസ്മരിക്കുക. കഥയ മമ കഥകളത്തി സാദരം കാകുൽ സ്ഥലീലകൾ കേട്ടാൽ മതീവരാ എന്ന് രാമായണത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഭഗവാന്റെ കഥകൾ കേട്ടത് മതിയാവണില്ല. ലോകത്തിലെ ഐഡിയൽ കപ്പിൾ ആരാ? പാർവതീ പരമേശ്വരന്മാരാ. ഒരിക്കലും വേർപെടാത്തതായ പാർവതീ പരമേശ്വരന്മാരെന്ന മാതൃകാ ദമ്പതിമാർ. അവർക്കിതെങ്ങനെ കിട്ടി? ഈ കർഹിജൽ അധ്യായം വായിച്ചിട്ടാണ്. ഒരിക്കൽ ഭാഗവതഹംസം സാക്ഷാൽ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കണ്ട് നമസ്കരിക്കാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചു. അദ്ദേഹം എന്ന് പറഞ്ഞത് അമ്പലപ്പുഴ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്നാ. ഗുരുവായൂരുള്ള സജ്ജനങ്ങൾ പറയണു ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്നാ. ചുരുക്കത്തിൽ പറഞ്ഞാൽ മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഈ അധ്യായം. ഒരു ഗാർഹസ്ഥ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഭഗവാൻ ഇതിൽ കൂടെ പറഞ്ഞു കേൾപ്പിക്കുക. ലോകഗുരുവായിട്ടുള്ള ഭഗവാൻ ഇവിടെ നടത്തുന്ന സൈക്കാട്രിയാണ് ശരിക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ചികിത്സ. കർഹിജിൽ സുഖമാസീനം. ഒരിക്കൽ ഭഗവാനും രുക്മിണി ദേവിയും കൂടെ കൂടി മുറിയിൽ സപ്രപഞ്ചക്കട്ടിലിൽ നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണു. പുറമേ നിന്ന് പാരിജാതത്തിൻ്റെ സുഗന്ധം വരണു. മുറിയിൽ അകില് ചന്ദനം തുടങ്ങിയുള്ള പുകച്ചിട്ടുണ്ട്. പുറത്ത് നല്ല നിലാവ്, കാമോദ്ദീപകമായ ആ അവസ്ഥ. ആ സമയത്ത് ഒരു തോഴി രുക്മിണി കൃഷ്ണന്മാരെ വെഞ്ചാമരം കൊണ്ട് വീശണു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ തോഴിയുടെ കയ്യിൽ നിന്ന് വെഞ്ചാമരം മേടിച്ചു. തോഴിയെ പറഞ്ഞു വിട്ടു, എൻ്റെ ഭർത്താവിനെ വീശാൻ എനിക്കറിയാം, ഞാൻ വീശിയാലേ എൻ്റെ ഭർത്താവിന് തൃപ്തിയാവുള്ളൂ എന്നൊരു ഭാവം. അപ്പം ചിരിച്ചു ഭഗവാൻ ഒരു കള്ളച്ചിരി. രുക്മിണിക്ക് അങ്ങനൊരു തോന്നലുണ്ട്, ഞാൻ എന്ന ഭാവം, ഞാനത് നേരെയാക്കി തരാം. ആ സമയത്ത് ഭഗവാൻ ചോദിച്ചു, രുക്മിണി, കുറേ കാലമായി ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കണം, ഒരു സംശയമുണ്ട് എനിക്ക്. രുക്മിണിക്ക് അത്ഭുതമായി. ത്രൈലോക്യനാഥനായ സർവജ്ഞനായ ഭഗവാന് സംശയമോ? എന്താ അവിടത്തേക്ക് സംശയം? ഒരേ ഒരു സംശയം മാത്രമേ ഉള്ളൂ, എന്ത് കണ്ടിട്ടാ നീ എന്നെ കല്യാണം കഴിച്ചേന്ന്? അത് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിക്കാൻ പോകുന്ന പ്രതിഷ്ഠിത വരനെക്കുറിച്ച് പെൺകുട്ടികൾക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആ സങ്കല്പങ്ങളൊന്നും ഇല്ലാത്തവനാണ് ഞാൻ. ഒരു കാര്യം ഞാൻ തുറന്നു പറയണോണ്ട് രുക്മിണി, നിനക്ക് വിരോധം തോന്നരുത്, ഒരു കാര്യത്തിലും നമ്മൾ തമ്മിൽ യോജിപ്പില്ല. വിവാഹം ആലോചിക്കുമ്പോൾ 10ൽ 10 പൊരുത്തം വേണം, 10ൽ 9 പൊരുത്തം വേണം, 10ൽ 8 പൊരുത്തം വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഭഗവാൻ പറയുക, ഞാനും നീയായിട്ട് ഒരു കാര്യത്തിൽ യോജിപ്പില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ വേണ്ടേ? ഭഗവാൻ സംബോധന ചെയ്തത് രാജകുമാരി എന്നാ. നീ രാജകുമാരിയാണ്, ഞാനോ ഒരു ഗോപാലൻ. നമ്മൾ തമ്മിൽ യോജിപ്പില്ല. നിന്നെ മോഹിച്ചിട്ട് എത്രയോ പേര് വന്നു, വീരശൂര പരാക്രമികൾ. സൗന്ദര്യവും സമ്പത്തും സൈന്യബലവും ബന്ധുബലവും കുലമഹിമയും വിദ്യാഭ്യാസവും എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരുപാട് പേര്, സാൽവൻ, ശിശുപാലൻ, ജരാസന്ധൻ, ദന്തവക്തരൻ, എത്രയോ പേര് വന്നു. അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് വവൃഷേ അസമാൻ, നിനക്ക് തുല്യനല്ലാത്ത എന്നെ നീ വരിച്ചു. ഇതെന്താ കാരണം? സാധാരണ എല്ലാവരും പറയും സമുദ്രം ശരണം ഗത. ഞാൻ സമുദ്രത്തിൽ രാജാക്കന്മാരെ പേടിച്ചിട്ട് സമുദ്രത്തിൻ്റെ നടുക്ക് പോയി താമസിക്കുന്നവനാ. ഏതെങ്കിലും പെൺകുട്ടി പറയോ എൻ്റെ ഭർത്താവിനെ പോലെ പേടിത്തൊണ്ടൻ ലോകത്ത് ആരുമില്ല എന്ന്? ഞാൻ അങ്ങനെയാ. അപ്പോൾ സമുദ്രത്തിൽ താമസിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഭഗവദ്ഭിക്രോദ്വേഷാൻ, രാജാക്കന്മാരുമായിട്ട് എന്നും യുദ്ധമാണ്. ഒരു പെൺകുട്ടിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? തൻ്റെ ഭർത്താവിന് എന്നും കലഹമാണ് എന്ന് പറഞ്ഞാൽ. എന്ന് മാത്രമല്ല, പ്രായത്യക്ത നിർവാസനാൻ, എൻ്റെ പൂർവികനായിരിക്കുന്ന യയാതിയുടെ ശാപം കൊണ്ട് യദു എന്ന രാജാവിന് ശാപം കിട്ടി, നിനക്കും നിൻ്റെ വംശക്കാർക്കും സിംഹാസനാധികാരം കിട്ടാണ്ട് പോട്ടെ എന്ന്. ആ യയാതിയുടെ ശാപം കിട്ടിയ യദുവിൻ്റെ വംശത്തിലാണ് ഞാൻ ജനിച്ചേ. അപ്പം ഞങ്ങൾക്ക് സിംഹാസനാധികാരമില്ല. അസ്പഷ്ടവത്മനാം, എൻ്റെ പ്രവൃത്തികൾ തെറ്റായ വഴിയിലാണ് എന്ന് പലരും പറയണു. ഞാൻ ചെയ്യണതൊന്നും ലോകർക്ക് പിടിക്കണില്ല. അലോകപഥമീയുഷാം, ലോകത്തിൻ്റെ ഗതിയിലല്ല ഞാൻ സഞ്ചരിക്കണത്.
പാലും വെണ്ണയും കട്ട് തിന്നണു, ഗോപികമാരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചുകൊണ്ട് പോയി, അമ്മാമനെ വധിച്ചു, പൂതനയെ വധിച്ചു, ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ പറയണു. അത് ജനങ്ങൾ എന്നെ അങ്ങനെയാണ്, ഇവൻ്റെ വഴി നേരെയല്ല, അസ്പഷ്ടവത്മനാം പുംസാം അലോകപഥമീയുഷാം, നേരായ മാർഗത്തിലല്ല ഇവൻ്റെ സഞ്ചാരം എന്നാണ് എല്ലാവരും പറയണേ. ഢാണാവിൽ ജനനം, ജനിച്ചത് എവിടെയാ? ജയിലില്ല. ഏതെങ്കിലും പെൺകുട്ടി പറയോ എൻ്റെ ഭർത്താവ് ജനിച്ചതോ ജയിലിലാന്ന്?